എങ്ങനെ സോൾവ് ചെയ്യുന്നു നോക്കാം. ഇവിടെ 74നെ നിങ്ങൾ എ എന്ന് വിളിക്കുക, 47നെ ബി എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെയും എ, ഇവിടെയും ബി, ഇവിടെയും എ, ഇവിടെയും ബി. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഈ രണ്ട് ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് എഴുതുവാണ്. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ മൈനസ് 2abയും പ്ലസ് 2abയും കട്ടായി. ഇനി ബാലൻസ് ഉള്ളത് ഇവിടെ 2 എ സ്ക്വയർ ഉണ്ട്, അതുപോലെ തന്നെ 2 ബി സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിനെ എനിക്ക് 2 കോമൺ എടുത്ത് എഴുതാൻ പറ്റും. 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും കട്ടായി. നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 2 ആണ്.